ഗൈസ് ഞാൻ ഡെൽട്ടോൺ. നമ്മുടെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ പൊന്നെ 2-3 മാസങ്ങളായി ഗൈസ്. കാരണം ഇപ്പോഴും പരീക്ഷയാണ് ഗൈസ്. എന്നാലും എനിക്ക് ഫ്രീ ഒരു ടൈം കിട്ടിയപ്പോൾ ഈ ഒരു വീഡിയോ ഇടാന്ന് വെച്ചാൽ നാളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇപ്പോൾ സൈഡിൽ നോക്കിയാൽ കാണാം, ഇതാണ് ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഗൈസ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ ബെഡ് റോക്ക് എഡീഷൻ മേടിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഫാം എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ അവിടെ വില്ലേജ് ബ്രീഡർ, അയൺ ഫാം, അതർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അയൺ ഫാമിലാണ് വോട്ട് ചെയ്തത് ഗൈസ്. 40 വോട്ടോളം എന്തോ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി അയൺ ഫാമിനാണ് കൂടുതൽ, 70%, 69% എന്തോ അതിന് വന്നിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ അയൺ ഫാം വേണമെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയൺ ഫാമിൻ്റെ ട്യൂട്ടോറിയലാണ് ഗൈസ്, മലയാളം. അപ്പോൾ ഇത് ബെഡ് റോക്ക് എഡീഷൻ്റെ ആണ് ഗൈസ്. ഞാൻ പറഞ്ഞത് ബെഡ് റോക്ക് മേടിച്ചത്. അപ്പോൾ ബെഡ് റോക്ക് എഡീഷൻ്റെ ആണ്. എല്ലാവർക്കും ബെഡ് റോക്കിൽ അയൺ ഫാം ഉണ്ടാക്കി ഭയങ്കര പണിയാണ്. ഞാനും കളിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ഗൈസ്. പിന്നെ സിമ്പിളൊക്കെ തന്നെയാണ്, പക്ഷേ വില്ലേജസിനെ കൊണ്ടുവരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഫാം ഉണ്ടാക്കുന്നതിൻ്റെ സംഭവങ്ങൾ, മെറ്റീരിയൽസ്, കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തെങ്കിൽ അത് നോക്കി സാധനങ്ങൾ എടുത്തിട്ട് വേണം ഈ ഫാം ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വില്ലേജ് 150 ബ്ലോക്കിന്റെ അടുത്ത് ഇവിടെ വില്ലേജ് ഒന്നും പാടില്ല ഗൈസ്. അത് മെയിൻ കാര്യമാണ്. പിന്നെ കേവിന്റെ അടുത്തൊന്നും ഉണ്ടാക്കിയത്. ഇതിപ്പോ നല്ല കുറച്ച് ലോങ് ഉണ്ട്, ഇവിടെ ഞാൻ അടുത്തൊന്നും അല്ല. പിന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാക്കുക ഗൈസ്. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാലേ കറക്റ്റ് ഗോളം അവിടെ ഇതാവുള്ളൂ, സ്പോൺ ആവുള്ളൂ. കുറെ നാളെ വീഡിയോ എടുത്തുണ്ടാവുന്നുണ്ട്, ചെറിയ ബബ്ബൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഫാം ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ. ഓക്കെ, ഇതിന് ആവശ്യത്തിലുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ട് കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് സെറ്റ് ആക്കാം. ആദ്യം ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം ഗൈസ്. ഫസ്റ്റ് നമുക്ക് 9x9 ഒരു ഇതിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. അത് ഓക്ക് ലീവ്സ് വെച്ച് ഉണ്ടാക്കണം ഗൈസ്. അതിന്റെ ബോർഡർ പോലെ 1 2 3 4 5 6 7 8 9 ഇത് 9 ആണ്. അതുപോലെ 1 2 3 4 ഗൈസ്. ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കിത് ഗൈസ് കറക്റ്റ് 3 ബ്ലോക്ക് താഴ്ത്തോട്ടണം. 1 2 3 ഇത് മൊത്തം പൊട്ടിക്കണം. ഓക്കെ, 3 ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്, അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തോളാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 ബ്ലോക്ക് താഴത്തോട്ട് പോയിക്കേണ്ട. ഏതേ മൂലക്ക് നിന്നിട്ട് ഇങ്ങനെ 1 2 3 ഇവിടെ നിന്ന് 3 നടുക്കത്ത് ഒഴിച്ചിട്ട് ഇതൊഴിച്ചിട്ട് ഇവിടെ നിന്ന് 1 2 3 ഇവിടെ നിന്ന് 3 പൊട്ടിച്ചിട്ട് സ്ലാബ് വെക്കുക ഗൈസ്. അവിടെ ഇതുപോലെ സ്ലാബ് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇതേപോലെ ഒരു ലൈൻ വിട്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഒരു ലെങ്ത് വിട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം ഗൈസ്. ഓക്കെ ഇതിങ്ങനെ ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ വേണം കുഴിക്കാൻ. അയ്യോ കുഴപ്പമില്ല, ഇങ്ങനെ വേണം. എന്നിട്ട് ഇവിടെ നിന്ന് 5 ബ്ലോക്ക് അടിയിലോട്ട് 1 2 3 4 5 എന്നിട്ട് ഇത് മൊത്തം പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, ഞാൻ അത് മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം ഗൈസ്, ഇതേപോലെ 2 മൂലക്ക്, ഈ മൂലക്ക് വന്നിട്ട് 1 2 3 4 ഇങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഫില്ല് ചെയ്യണം. 2 ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യണം ഗൈസ്. ഓക്കെ, അതുപോലെ ഇപ്പുറത്തും ഇതുപോലെ 2 ബ്ലോക്ക് വെച്ച് ഫില്ല് ചെയ്യണം ഗൈസ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ബെഡ് വെക്കണം. ഇത് എൻ്റെ യെല്ലോ കളർ ആയതുകൊണ്ട് ഞാൻ യെല്ലോ ബെഡ് എടുത്തു. നിങ്ങൾക്ക് എന്ത് ബെഡ് വേണമെങ്കിലും എടുക്കാം. 1 2 3 4 5 ഓക്കെ, അത് ഇപ്പുറത്തും വെക്കണം ഗൈസ്. 1 2 3 4 5 ഓക്കെ. ഇനി കറക്റ്റ് ഇതിൻ്റെ അടിഭാഗത്തെ ബ്ലോക്ക് മാത്രം പൊട്ടിച്ചളയണം ഗൈസ്. അത് ശ്രദ്ധിക്കണം, ബെഡ് പൊട്ടാണ്ട് നോക്കണം ഗൈസ്. ഇതും പൊട്ടിക്കണം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മഞ്ഞ ബെഡ് മൊത്തം വെച്ച് കൊടുക്കുക ഗൈസ് അടിയിൽ. ഓക്കെ, 5 അവിടെ വെച്ച് 3 4 5 5 ഇവിടെയും വെച്ച് ഗൈസ്. അപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇതാണ് പകുതി പണി. നമുക്ക് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചേക്കാം ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പോണായി പറയാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇത് മൊത്തം അടക്കാം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് ഫ്ലെച്ചിങ് ടേബിളാണ് വേണ്ടത് മെയിനായിട്ട്. ഇതിൽ എല്ലാ വർക്കിംഗ് ടേബിളും വർക്കാവും തോന്നണം ഗൈസ്. എനിക്കറിയില്ല, ഞാൻ ഫ്ലെച്ചിങ് ടേബിൾ ഉപയോഗിക്കണം. എല്ലാവരും ഫ്ലെച്ചിങ് ടേബിൾ ഉപയോഗിക്കാം ഗൈസ്. ഇത് ഉണ്ടാക്കാനും വലിയ പണിയില്ല, വുഡും 2 ഫ്ലിൻറ്റ് മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊരു കോസ്റ്റ്ലി ഫ്രീ ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുക. ഒരു ഭാഗത്ത് ഇങ്ങനെ ഗൈസ്, ഇങ്ങനെ 3 നടുക്കുന്ന ഒരു ബ്ലോക്ക് ഇവിടെ, ഒരു ബ്ലോക്ക് ഇവിടെ വിട്ടിട്ട് 3 ഇവിടെ മേളൊന്ന്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിങ്ങനെ 6 ഗൈസ്. ഓക്കെ, അത് ഇവിടെ ഇതേപോലെ 4 1 2 3 4 ഇവിടെ 6 ഗൈസ്. അങ്ങനെ 20 ഫ്ലെച്ചിങ് ടേബിൾ ഇവിടെ വെക്കണം ഗൈസ് കറക്റ്റ്. ഓക്കെ, 20 വെച്ചിട്ടുണ്ട്. ഇനിയാണ് വില്ലേജറിനെ കൊണ്ടുവരേണ്ട പണി ഗൈസ്. നിങ്ങൾക്കാണെങ്കിലും ഇപ്പം ഞാൻ ക്രിയേറ്റീവ് ആണ്, അതുകൊണ്ട് നിങ്ങൾ സർവൈവലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്, ആദ്യം ഏതെങ്കിലും വില്ലേജ് പോയി തപ്പി 2 വില്ലേജേഴ്സിനെ റെയിൽ വഴി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇവിടെ ഇനി വില്ലേജേഴ്സിന് 20 സ്പോൺ ആക്കണം ഗൈസ്, കറക്റ്റ് 20. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2 വില്ലേജറിന് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവർക്ക് ക്യാരറ്റ് ബ്രെഡ് എന്താണെന്ന് ഇട്ട് കൊടുത്ത് ബ്രീഡ് ആക്കണം ഗൈസ്. അതിൽ പച്ചക്കോട്ടുള്ളവന്മാരും പാടില്ല, ചെറിയ കുട്ടികളില്ല ഗൈസ്. ചെറിയ കുട്ടികളും 20 പാടില്ല. അവന്മാർ വലുതായിട്ട് അവന്മാർ പച്ചക്കോട്ടാവണ്ടെന്ന് നോക്കണം. 20 പേര് കറക്റ്റായിട്ട് ഇത് ഫാം ഈ മേളിൽ അടക്കാൻ പാടുള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ടോർച്ച് വെക്കണം. ഓക്കെ, ഞാൻ ടോർച്ച് എടുത്തിട്ടുണ്ട്. നടുക്ക് ടോർച്ച് വെക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് 20 വില്ലേജർ സ്പോൺ ആക്കാം. ആദ്യം ചെറുതാ വന്നത് 1 2 3 4 9
എൻ്റെ 20 ഗൈസ്. ഫൈനൽ 20 പേരായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഗൈസ്, വേഗം ഇതൊന്ന് അടക്കണം. കാരണം ഇപ്പോൾ തന്നെ അയൺകുളം സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ അയൺകുളം സ്പോൺ ആയാലും ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്, എന്നാലും സ്പോൺ ആവുള്ളൂ. ഇടക്ക് അങ്ങനത്തെ ചെറിയൊരു കുഴപ്പമുണ്ട്. ബെഡ് റോക്ക് ആൻഡ് ഗൈസ് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനിയാണ് ഗൈസ് നമ്മളിത് സംസാരിക്കാൻ പറ്റുന്നില്ല, സോറി. ഓക്കെ, നമുക്കിനി ഇവിടെ എന്ത് ചെയ്യാം, 2 ചെസ്റ്റ് ആദ്യം സെറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് ഒരു ഹോപ്പർ ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ആ ഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ഒരു ഗ്ലാസ് എടുക്കുക ഗൈസ്. ഗ്ലാസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുക്കാം നിങ്ങൾക്ക്, ഞാൻ ഗ്ലാസ്സാണ് പറയുന്നത്. പൂച്ച സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്, പൂച്ച സ്പോൺ ആയിട്ടുണ്ട്. ഓക്കെ, മറുപടി ഗ്ലാസ് എടുത്തിട്ട് ഈ ചെസ്റ്റിൻ്റെ മേളിൽ വെക്കുക ഗൈസ്. ഓക്കെ, ചെസ്റ്റിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പകുതി കഴിഞ്ഞു, മുക്കാലും കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഇവിടെ ഇത് ഞാൻ വെക്കണ പോലെ വെക്കണം. 1 2 3 4 ഗൈസ്. ഇങ്ങനെ വെക്കാണ്ട് ഇവിടെ 1 2 3 ഇവിടെ 1 2 ഇവിടെ 1 വെച്ചിട്ട് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഗൈസ്. ഓക്കെ, കറക്റ്റ് ആ ബ്ലോക്കിൽ നിന്നോളും. ഇനി നമുക്ക് ഗൈസ് ഇതിവിടെ ഒരു സൈൻ ബോർഡ് വെക്കണം. ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കണം. അയ്യോ, ഇവിടെ അല്ല, സോറി ഗൈസ്. ഇവിടെ ഒരു സൈൻ ബോർഡ് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ലാവ ബക്കറ്റ് വയ്ക്കണം ഗൈസ്. ഓക്കെ, ഇവിടെ ഇനി ലാവ ബക്കറ്റ് വയ്ക്കണം. ഓക്കെ, ഈ ഫാം ഇപ്പോൾ 100% വർക്കിംഗ്. അതേ വന്നു ഗൈസ്, അയൺകുളം വന്നു. ഓക്കെ, ഇത് നമുക്ക് ഈ പൂച്ചനെ കൊന്നുകളയണം ഗൈസ്, അതൊരു മെയിൻ കാര്യമാണ്. ഈ ഫാം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് തുറക്കാൻ പറ്റും. പൂച്ചേൻ്റെ സ്ട്രിങ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്, ഈ ഫാമിൽ പൂച്ച സ്പോൺ ആവും. പൂച്ച സ്പോൺ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ വാട്ടർ ഫ്ലോ ഒന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റെയർ പോലെ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ട് ആ പൂച്ചേനെ കൊണ്ടുവരാം ഗൈസ്. പൂച്ചേനെ കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ ഒരു 1 2 3 4 5 ഒരു 5 കയറ്റിന് സ്പോൺ ആക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് ടൈം ആക്കിയിട്ടുണ്ട്. 5 പൂച്ച ഗൈസ്, കറക്റ്റ് 5 പൂച്ച നമ്മൾ ടൈം ആക്കണം. 6ാമത്തെ പൂച്ച വേണ്ട ഗൈസ്. ഓക്കെ, ഇനി ഇവിടെ പൂച്ചയൊന്നും സ്പോൺ ആവില്ല ഗൈസ്, കാരണം നമ്മൾ മേളിൽ ഇപ്പോൾ 5 പൂച്ചനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ കുറച്ച് തള്ളി മാറ്റി എവിടെയെങ്കിലും മൂലക്ക് നിർത്തിയ ഗൈസ്, ഫാമിലി അടുത്ത് നിർത്തിയേക്കണം. അല്ലെങ്കിൽ ഈ പൂച്ച സ്പോൺ ആയ ഗൈസ് അയൺകുളം സ്പോൺ ആവണം, അതിൻ്റെ റേറ്റ് കുറയും. അപ്പോൾ അതാണ്. ഇനി ഇവിടെ അയൺകുളം നല്ല രീതിയിൽ സ്പോൺ ഗൈസ്, ഞാൻ പറഞ്ഞു നിർത്തിയുള്ളൂ. അപ്പം തന്നെ അയൺകുളം സ്പോൺ ആവുന്നുണ്ട്. ആ കറക്റ്റ് അയൺ മൊത്തം ഈ ചെസ്റ്റിലും കിട്ടുന്നുണ്ട് ഗൈസ്. ഇതേ കണ്ട കിട്ടി തുടങ്ങുന്നുണ്ട്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അയൺകുളം വീണ്ടും വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. ഒന്നും മറക്കരുത്, ഇങ്ങനെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ട്യൂട്ടോറിയൽ ബെഡ് റോക്കിൻ്റെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഉണ്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. കാരണം ബെഡ് റോക്ക് എന്നാൽ കുറച്ചുകൂടി ടഫാണ് ജാവേനെ വെച്ചാൽ. ജാവ എന്ന് പറയുമ്പോൾ എന്ത് ഫാമിലും ട്യൂട്ടോറിയൽ എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷേ ബെഡ് റോക്ക് കുറവാണ് ഗൈസ് മിക്കവരും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി ബെഡ് റോക്ക് കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി ചെയ്ത് നിങ്ങൾക്ക് ട്യൂട്ടോറിയലൊക്കെ വേണ്ടി പറയാം. ഇനി വില്ലേജ് ബ്രീഡർ വേണമെന്ന് കുറച്ച് പേര് പറയണ്ടായിരുന്നു. അപ്പോൾ വില്ലേജ് ബ്രീഡർ വേണമെങ്കിലും താഴെ കമൻറ്റ് ആക്കുക ഗൈസ്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ഗൈസ്.